നെറി മറന്ന ചില ചാനലുകളോട് ഒരൊറ്റ ചോദ്യം. നിങ്ങൾ വൈര്യനിരാധന ബുദ്ധിയോടെ വിഴിഞ്ഞം സമരക്കാരെ നേരിടുന്നത് എന്തു കാരണത്താലാണ്? ന്യൂസ് 18 കേരള പോലുള്ളവ അത്തരത്തിലുള്ളവയാണെങ്കിൽ ചോദ്യം അവർക്കും ബാധകം. നിങ്ങൾ എത്ര കരുതി കൂട്ടി കള്ളങ്ങൾ പ്രസവിച്ചിട്ടാലും സത്യം സത്യമല്ലാതാകില്ല. അത് കാലാന്തരത്തിൽ ചാപ്പിള്ളയായി ഒടുങ്ങും. പക്ഷേ സത്യമല്ല, മറ്റു വല്ലതുമാണ് വല്ലവരുടെയും ലക്ഷ്യമെങ്കിൽ അത് ഇതിനകം അവ കീശയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകാം. പ്രവൃത്തിയുടെ കനം പോലെ ഇനിയും എത്തിയെന്ന് വരാം. ഇക്കാര്യത്തിൽ അത്തരക്കാരോട് ആർക്കും തർക്കിക്കാൻ കഴിയില്ല. വിഴിഞ്ഞം സമരത്തെ അധിക്ഷേപിക്കുന്നവർക്ക് അധാർമിക നേട്ടമോ അന്ധമായ രാഷ്ട്രീയ വിദ്വേഷമോ മതസമുദായിക വിഭാഗിതയോ അല്ലാതെ സത്യസന്ധമായ എന്താണ് ചൂണ്ടിക്കാട്ടാനുള്ളത്? മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കുകയും അവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കുകയും അവർക്കെതിരെ അസത്യങ്ങൾ കോരിയൊഴിക്കുകയും ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ നിർലജ്ജത അല്ലാതെ മറ്റെന്തു ഗുണമാണ് അവകാശപ്പെടാനുള്ളത്? വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം നൽകാൻ ലത്തീൻ സഭയിലെ വൈദിക നേതൃത്വം ഉണ്ട് എന്നതാണോ പലരുടെയും മനം ചൊറിച്ചിലിന് കാരണം? അതോ തുറമുഖമെന്ന മഹാദേശീയ നേട്ടം തകർക്കാൻ സമരക്കാർ ഇടവരുത്തുന്നു എന്നതിനാലാണോ? വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് സംപ്രേഷണം ചെയ്യാൻ യന്ത്ര സാമഗ്രികളും വരികൾ കുറിക്കാൻ കുറെ കൈകളും ഉണ്ടെന്നല്ലാതെ മറ്റെന്താണ് ഇക്കാര്യത്തിൽ പലരുടെയും യോഗ്യത? പദ്ധതികളെക്കുറിച്ച് ജനവിഭാഗങ്ങൾക്കുള്ള അഭിപ്രായ ഭിന്നത അശ്ലീലമല്ല. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അശ്ലീലമല്ല. പക്ഷെ ആരുടെയോ വക കൈപ്പറ്റിയതിൻ്റെ നാണില്ലാക്കൂറ് എന്ന മട്ടിലോ അവിഹിത കൂട്ടുകെട്ടിന്റെ പേരിലോ ആരുടെയെങ്കിലും പ്രീതി മോഹിച്ചോ അപ്രീതി ഭയന്നോ അസത്യം അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത് അശ്ലീലമാണ്, അധാർമികതയും. വിഴിഞ്ഞം തുറമുഖം നാടിന് അനിവാര്യമെന്ന് കരുതാൻ ഏത് മാധ്യമത്തിലും ചാനലിലും അവകാശമുണ്ട്. അതിനുവേണ്ടി എത്ര വാദിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എതിർക്കുന്നവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാനും അവസരമുണ്ട്. പക്ഷേ എതിർക്കുന്നവരെ താറടിക്കാനും അധിക്ഷേപിക്കാനും അസത്യവും അരമുറി സത്യവും മാത്രം ആയുധമാക്കുന്നതും അതിനായി തുടരെ സ്വജന്മം മാറ്റിവെക്കുന്നതും ചാനലുകൾക്കായാലും ലജ്ജാകരമാണ്. ഏതെങ്കിലും ഒരു ചാനലിനോടുള്ള ഓർമ്മപ്പെടുത്തലല്ല ഇത്. അസത്യമെന്ന അശ്ലീലം പരത്തൽ ജന്മലക്ഷ്യമായി വരിക്കുന്ന ഏത് ചാനലിനോടുമുള്ള താക്കീതാണ്. വിഴിഞ്ഞം സമരത്തെ പിന്തുണയ്ക്കുന്ന വൈദിക നേതൃത്വം വിദേശ പണം വാങ്ങി ആർക്കോ വേണ്ടി തുറമുഖ നിർമ്മാണം അട്ടിമറിക്കുകയാണെന്ന അതീവ ഗുരുതര ആരോപണം തന്നെ ഉദാഹരിക്കാം. എന്ത് അടിത്തറയിലാണ് ഈ ആരോപണം ഉയർത്തിയത്? അതിന്റെ പേരിൽ നിയമ നടപടി നേരിട്ടിട്ട് പോലും സ്വന്തം ആരോപണം തെളിയിക്കാൻ ചാനലിനു കഴിഞ്ഞിട്ടില്ല. കേരളത്തിലും കേന്ദ്രത്തിലും സമരവിരുദ്ധ മനോഭാവമുള്ള സർക്കാരുകൾ ഉണ്ടായിട്ടും അങ്ങനെയൊരു സത്യം കണ്ടെത്തുന്നില്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് അസത്യമെന്ന് വേണ്ട, അബദ്ധമെന്നെങ്കിലും സമ്മതിക്കാനുള്ള ആർജവം ചാനലുകൾക്ക് വേണ്ടേ? കുറഞ്ഞ പക്ഷം തങ്ങൾക്ക് തങ്ങളുടെ ധാരണകൾക്ക് എവിടെയോ പിഴച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിക്കുകയും അതിൻ്റെ മാന്യത പ്രവൃത്തിയിൽ കാട്ടുകയും ചെയ്യേണ്ടതല്ലേ? അതിനു പകരം ഹിംസ്ര മൃഗത്തെ പോലെ കൈത്തൊട്ടയിരയെ കൊന്നയടങ്ങൂ എന്ന മട്ടിൽ സത്യമില്ലാത്ത അധിക്ഷേപങ്ങൾ തുടരുന്നതോ മാധ്യമധീരത? വിഴിഞ്ഞം സമരത്തിന്റെ കാര്യത്തിൽ സമരവിരുദ്ധർ പറയുന്ന കള്ളങ്ങൾ ബോധ്യപ്പെടാൻ മുൻവിധിയില്ലാത്ത സാധാരണ അന്വേഷണം മതി. അതിനു പോലും തയ്യാറല്ലാതെ സമരത്തെയും വൈദികരെയും താറടിക്കുന്നത് രോഗലക്ഷണമെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അവരോട് ധാർമ്മികതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഇങ്ങനെയും കുറെ ചാനൽ ജീവികൾ മാധ്യമ ലോകത്തുണ്ടെന്ന് സാധാരണ ജനം ഓർമ്മിക്കുന്നത് നല്ലതു തന്നെ.